നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശനിയെപ്പറ്റിയും കേതുവിനെപ്പറ്റിയും ചന്ദ്രനെയും ബുധനെപ്പറ്റിയും ഒക്കെ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശനിദേവനെ പറ്റി ഒരുപാട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കേതുവിനെ പറ്റിയും അതുപോലെ ചന്ദ്രൻ ബുധനെ പറ്റിയും ഒക്കെ ഗ്രഹങ്ങളെ മനസ്സിലാക്കുന്നതിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ പ്ലേലിസ്റ്റിലുണ്ട്. ശനിയെപ്പറ്റി ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശനിയുടെ ഗോചരങ്ങൾ വരുമ്പോൾ, ശനിയുടെ ദശാകാലത്തെ പറ്റിയാണെങ്കിലും, ശനിയുടെ പ്രത്യേകതകളെ പറ്റിയാണെങ്കിലും, ഏഴര ശനിയെ പറ്റിയാണെങ്കിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ശനിയെയും കേതുവിനെയും പറ്റി, അതുപോലെ ശനി തരുന്ന ഉയർച്ചയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, സ്ഥാനമാനങ്ങൾ തരാനായിട്ട്, അതുപോലെ ഗവൺമെൻറ് സർവീസിലേക്ക് ഒക്കെ, നമുക്ക് അങ്ങനെയുള്ള ജോലികളിലേക്കൊക്കെ നമ്മളെ പ്രവേശിക്കാൻ സഹായിക്കുന്ന ഗ്രഹം എന്നത് സൂര്യനാണെന്നറിയാം. അതായത് സൂര്യൻ വെളിച്ചമാണ്, പ്രകാശമാണ്. അതുപോലെ നമുക്ക് ആ ഒരു തിളങ്ങി നിൽക്കാൻ മാനേജീരിയൽ പോസ്റ്റുകളിലാണെങ്കിലും, ഉയർന്ന പദവികളിലാണെങ്കിലും, രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു പൊസിഷൻ തരുന്ന ഗ്രഹം സൂര്യനാണെന്ന് നമുക്കറിയാം. പക്ഷെ ശനി തരുന്ന പൊസിഷനെ പറ്റി, ശനി തരുന്ന പ്രശസ്തിയെപ്പറ്റി നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതാണ്. അതായത് സൂര്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സൂര്യൻ നമുക്ക് ആ ഒരു രാജകീയതയോട് കൂടിയിട്ട്, ഒരുപക്ഷെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ലഭിക്കുക, അല്ലെങ്കിൽ അതുപോലെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് വന്ന് ആ ഒരു ഫീൽഡിൽ കാലുറപ്പിക്കുക. അത് രാഷ്ട്രീയത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പോസ്റ്റുകളിലായിരിക്കാം, ബിസിനസ് രംഗങ്ങളിൽ, അങ്ങനെ വിവിധ മേഖലകളിൽ ആ ഒരു പാരമ്പര്യം പിന്തുടർന്ന് വന്ന് തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെ കാണാം. അതുപോലെ തന്നെ പഠിച്ച് മാനേജീരിയൽ പോസ്റ്റുകളിൽ എത്തുന്ന ആൾക്കാരെയും കാണാം. പക്ഷേ ശനിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശനി എന്ന ഒരു ഗ്രഹത്തെ പറ്റിയുള്ള സങ്കല്പം എന്നത് വൃദ്ധനായ ഒരു മനുഷ്യൻ, കാൽമുടന്തുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യ സങ്കല്പം. ഈ ഗ്രഹങ്ങളെല്ലാം നമ്മൾ ഒരു രൂപം വെച്ച് കണ്ടു കഴിഞ്ഞാൽ ശനിയുടെ സങ്കല്പം എന്നത് കാല് വയ്യാത്ത ഒരാളെ പോലെ, അതുപോലെ എന്താ പറയുക, അതുപോലെ അങ്ങനെ ഒരു സ്മൈലിംഗ് ഫേസ് ഉള്ള ഒരാളായിട്ടല്ല, കുറച്ച് ഗാംഭീര്യമുള്ള ഒരാളായിട്ട്, തല നരച്ച ഒരാളായിട്ട്, അതായത് എക്സ്പീരിയൻസിനെ കാണിക്കുന്നു. അങ്ങനെയാണ് ആ സങ്കല്പം വരുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് കഠിനതകളിലൂടെ, അതുപോലെ ദാരിദ്ര്യം, കഷ്ടപ്പാട്, പ്രയത്നം, പരിശ്രമിച്ച് നമ്മളെ തളർത്തുന്ന തരത്തിലുള്ള ഒരു സംഘർഷങ്ങൾ, അതുപോലെ ഒരുപാട് കാലതാമസം, ഒരുപാട് കാത്തിരുന്ന് ജോലി കിട്ടുക, അതുപോലെ ഒരുപാട് കാത്തിരുന്ന് ഒരു കല്യാണം ശരിയാവുക. അതായത് ആൾക്കാർ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിക്കും ചോദിച്ചിട്ട്. ശനി എന്നത് ആ മകരത്തിൻ്റെ അധിപനായതുകൊണ്ട് അവിടെ തിരുവോണം എന്നൊരു നക്ഷത്രമുണ്ട്. പൊതുവെ ആ ഒരു പബ്ലിക്കിനെ സൂചിപ്പിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ആൾക്കാരുടെ ചോദ്യം, ശനി കാലതാമസം വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയാം, ഈ ആൾക്കാരുടെ ചോദ്യം എന്നത് എന്താണ് കല്യാണം കഴിയാത്തത്, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ അത് ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നത് പോലെ. അതുപോലെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ട്, ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്താണ് ജോലി കിട്ടാത്തത്, അങ്ങനെ ഒരു ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കും. ആൾക്കാരുടെ ചോദ്യവും അവർ നമ്മളെ നോക്കി കാണുന്നതും ഒക്കെ നമ്മളെ ആ ഒരു മാനസികമായിട്ട് ബാധിക്കുമ്പോഴാണ് ആ ശനിയുടെ ഇതായിട്ടുള്ള ഒരു ഇഫക്റ്റ് നമുക്ക് വരുന്നത്. നമ്മളെ കാര്യങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്തു പറയുന്നു എന്നത്, അതും നിശ്ചയിക്കുന്നത് നമ്മുടെ ജാതകത്തിലെ ശനിയും കേതു ഒക്കെയാണ്. നമ്മുടെ ആ ഒരു മനോനിലയെ ഇവർ വീക്ഷിക്കുന്നു എന്ന് പറയാം ഈ ഗ്രഹങ്ങൾ. അതുതന്നെയാണ് അവർ നമുക്ക് തരുന്ന കർമ്മങ്ങളും. ഇപ്പോൾ ശനിയെയും കേതുവിനെയും പറ്റി പറയുമ്പോൾ, നിങ്ങളുടെ ജാതകത്തിൽ ശനിയും കേതുവും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ, ദൃഷ്ടി സംബന്ധമോ ഇവർ ഒരുമിച്ച് എവിടെ ഇരുന്നാലും, ശനി കർമ്മമാണ്, കേതു എന്നത് എല്ലാം കട്ട് ചെയ്യുന്ന, ബ്രേക്ക് ചെയ്യുന്ന, വിച്ഛേദിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർമ്മക്ഷേത്രത്തിൽ ബ്രേക്ക് വരിക എന്നത്, അതായത് കരിയർ ബ്രേക്ക് തരുന്ന ഒരു കോമ്പിനേഷനാണിത്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ പ്രൊഫഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു കോമ്പിനേഷനാണ്. കൂടെ ജോലി മാറുന്ന തരത്തിലുള്ള ഒരു കോമ്പിനേഷനാണ്. ജോലിയിൽ തൃപ്തിയില്ലാത്തതിനെ കാണിക്കുന്ന കോമ്പിനേഷനാണ്. ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഏത് രാശിയിലിരിക്കുന്നു, ഇവരുടെയൊക്കെ അന്തർദശ കാലങ്ങളിൽ, അതുപോലെ ഇവരുടെ കൂടെ മറ്റു ഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ടോ, മറ്റു ഗ്രഹങ്ങൾ ഇവർക്ക് ഗ്രഹദൃഷ്ടിയോ രാശിദൃഷ്ടിയോ ഒക്കെ കൊടുക്കുന്നുണ്ടോ, ഇവരുടെ നവാംശത്തിലെ പൊസിഷനാണ് നമ്മളെ മൊത്തത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ ഒരു കരിയറിൻ്റെ കാര്യത്തിൽ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ കൊണ്ടു കൊടുക്കും. ഇതിൻ്റെ പോസിറ്റീവായ വശം എന്നത്, ആ ഒരു കേതുവിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ, കേതു എന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശശുദ്ധിയാണ്. ഓരോ ഗ്രഹത്തിൻ്റെയും കാരകത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ബുധൻ ബുദ്ധിയാണ്, പ്രാക്ടിക്കലായിട്ടുള്ള ചിന്താഗതിയാണ്,
അതായത് ബുധനെല്ലാം പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ അറിയണം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അത് ഏത് പുസ്തകത്തിൽ നിന്ന് നോക്കിയിട്ടാണ് പറയുന്നത്? ഈ ഒരു സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ ആ സിദ്ധാന്തം ഏതിൽ നിന്ന് ഉത്ഭവിച്ചു? ഇതിൻ്റെ തുടക്കം എന്താണ്? അതായത് ബുധനെല്ലാം തെളിവുകൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കണക്ക് കൂട്ടലുകളുടെ കാര്യത്തിൽ ജ്യോതിഷത്തിലായാലും, പക്ഷെ കൂടുതലായിട്ടും ആ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫീൽഡുകൾ, മാനേജീരിയൽ പോസ്റ്റുകൾ, അതിലൊക്കെ എഴുത്തുകാരും വിമർശകരും ഒക്കെ കൂടുതൽ ഈ ഇൻ്റലിജൻസിൻ്റെ ഒരു സ്വാധീനം വരുമ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഓരോ ഗ്രഹത്തിൻ്റെയും കാരകത്വമുണ്ട് എന്നതാണ്. ഈ ഒരു വീഡിയോയിൽ കേതുവിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചാൽ, കേതുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഉദ്ദേശശുദ്ധിയാണ്. അതായത് നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പിതാവാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഉദ്ദേശം എന്നത് നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക, ധാർമ്മികതയോടുകൂടി വളർത്തുക, അവനെ അധ്വാനിക്കാൻ പഠിപ്പിക്കുക, അവൻ അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഉദ്ദേശശുദ്ധിയോടുകൂടി നിങ്ങൾ അവനെ അധികം ഓമനിച്ച് വഷളാക്കാതെ, അതേസമയം വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത്, വിമർശിക്കേണ്ടിടത്ത് വിമർശിച്ച്, അങ്ങനെ ഒരു തരത്തിൽ നിങ്ങൾ അവനെ വളർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതാണ്. ചിലപ്പോൾ വഴക്ക് പറഞ്ഞു എന്ന് വരും, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് ശരിയാക്കാൻ നിർബന്ധിച്ചു എന്ന് വരും. ഇനി വരുന്നത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്നത് നന്മയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഫലമാണ് കാലം നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോകുന്നത്. അതായത് ശനിയുടെയും കേതുവിൻ്റെയും യുതി, അല്ലെങ്കിൽ ഇവരുടെ ഒരു ത്രികോണ സംബന്ധം, ശനിയുടെയും കേതുവിൻ്റെയും ഒരു യുതി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു എന്ത് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് നിങ്ങൾ കർമ്മം ചെയ്യുന്നത്, അത് വളരെയധികം മാറ്റർ ചെയ്യുന്നു. നിങ്ങളുടെ ഒരു ഉദ്ദേശ്യം എന്നത് വളരെയധികം മീനാണോ, വളരെയധികം സ്വാർത്ഥതയുള്ളതാണോ? അങ്ങനെയും ആൾക്കാർ കർമ്മം ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഒരാളുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ആ ഒരു അതിൻ്റെ നിങ്ങൾ അവരെ സേവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നത് ഇതൊക്കെ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ, പിതാവിനെ സേവിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തോടെയാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഇന്നത് എനിക്കായി തീരും എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണോ നിങ്ങൾ അദ്ദേഹത്തെ സേവിക്കുന്നത്? തീർച്ചയായിട്ടും കാലം, ശനി നിങ്ങൾക്ക് മറ്റൊന്ന് കരുതി വച്ചിട്ടുണ്ട്. അതേസമയം നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വളരെയധികം ക്ലിയറാണ്. അദ്ദേഹത്തെ സേവിക്കുന്നത്, പിതാവിനെ ഞാൻ സേവിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഒരുപക്ഷെ നിങ്ങൾ പിതാവിൻ്റെ അടുത്തേ ഉണ്ടാവില്ല, നിങ്ങൾ മറ്റൊരു രാജ്യത്തായിരിക്കാം. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് എപ്പോഴും നിങ്ങളുടെ ആ ഒരു ചിന്ത, എൻ്റെ പിതാവിന് ആരോഗ്യം ലഭിക്കണമേ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കർമ്മമാണ്. അത് നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിലും ഗുണം കൊണ്ടുതരും. ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. എല്ലാ കർമ്മങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ബന്ധവും, ഒരു വ്യക്തിബന്ധവും, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ, കൂടെ ജോലി ചെയ്യുന്നവർ, വീട്ടുകാർ, സുഹൃത്തുക്കൾ, കസിൻസ്, എല്ലാവരും കർമ്മത്തിൽ ബന്ധിക്കപ്പെട്ടവരാണ്. പിന്നെ ശനിയുടെയും കേതുവിൻ്റെയും യുതി പറയുന്നത് അതുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണ്ട. അതായത് നിങ്ങൾ പിതാവിനെ സേവിക്കാനായിട്ട് നിങ്ങളുടെ ജോലി, ഒരുപാട് നാളത്തെ ലീവൊക്കെ എടുത്തിട്ട് വിദേശത്ത് ഇവിടെ വന്ന്, ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം, അങ്ങനെ ഒരു ത്യാഗമൊക്കെ ചെയ്തിട്ടായിരിക്കാം പിതാവിനെ വന്ന് സേവിക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് തിരിച്ച് ഇൻസൾട്ടാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഇൻസൾട്ട് ലഭിക്കുമ്പോഴും അത് സഹിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തരുന്നതാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്കാണ് അത് ലഭിക്കാൻ പോകുന്നത്. എപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ കർമ്മഫലം ലഭിച്ചു എന്ന് വരില്ല. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് മക്കൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശശുദ്ധി എന്നത്, അതായത് നിങ്ങൾ വിദേശത്ത് നിന്ന് വന്നു എന്നിട്ടും നിങ്ങളുടെ പിതാവ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. എന്നാലും അത് സഹിച്ചിട്ടാണെങ്കിലും, അതായത് രണ്ട് തരത്തിൽ ത്യാഗം ചെയ്യുന്നു. ഒന്ന് ജോലി സ്ഥലത്ത്, ഒന്ന് പിതാവിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ കേൾക്കുന്നു. അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അതായത് ലാഭേച്ഛയില്ല. നിങ്ങൾ അതിനല്ല വന്നത്, അദ്ദേഹത്തെ സേവിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും കാലം നിങ്ങൾക്ക് നല്ല ഫലം തരുന്നതാണ്. പറഞ്ഞു വരുന്നത്, കേതു ഏത് ഗ്രഹത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് കേതു ഏത് ഗ്രഹത്തിൻ്റെ കൂടെ ഇരുന്നാലും അതിൻ്റെ ആ ഗ്രഹത്തെ സംബന്ധിക്കുന്ന കാരകത്വങ്ങൾ, അല്ലെങ്കിൽ ആ ഗ്രഹം ഏത് ഭാവത്തിൻ്റെ അധിപനാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു യുതിയാണിത്.
അതായത് ശനിയുടെ കൂടെ കേതു ഉണ്ടാകുമ്പോൾ ഈ കർമ്മം ചെയ്തിട്ട് എനിക്ക് സുഖം ലഭിക്കും എന്നൊരു ചിന്ത വേണ്ട. ഞാൻ ഈ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ ഫലം എന്തുമായിക്കോട്ടെ, ഇത് ചെയ്തു കൊടുക്കുന്നു, ആ ഒരു രീതിയിലായിരിക്കണം. ഇത് തന്നെയാണ് വ്യാഴത്തിൻ്റെ കൂടെ കേതു ഇരിക്കുമ്പോഴും ബുധൻ്റെ കൂടെ കേതു ഇരിക്കുമ്പോഴും. അതായത് ബുധൻ്റെ കൂടെ കേതു ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മക്കളെ സേവിക്കുക, വിട്ടുകളയുക. തിരിച്ച് അവർ നമ്മളെ നോക്കുമോ, അവർ നമ്മളെ സേവിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നു, ആ പഠിച്ചിട്ട് നമുക്ക് അതിൽ തന്നെ എന്തെങ്കിലും ആയി തീരാം എന്നുള്ള ഒരു വലിയൊരു ലാഭേച്ഛ, ഇതൊന്നും വേണ്ട. നമ്മൾ പഠിക്കുക, ബാക്കി കാലത്തിനായി വിട്ടുകൊടുക്കുക. പ്രത്യേകിച്ച് ശനിയുടെ രാശിയിലൊക്കെ ബുധൻ്റെയും കേതുവിൻ്റെയും യുതി വരുമ്പോൾ ആ രാശ്യാധിപനും അവിടെ കുറേ പറയാനുണ്ട്, ഏത് രാശിയിലിരിക്കുന്നു എന്നത്. അത് തന്നെയാണ് ഏത് ഗ്രഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും. കേതു ആരുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തെ നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുകളയുക. ഏത് നിമിഷമാണോ ആ മനസ്സിൽ നിന്ന് അത് വിട്ടുകളയുന്നത്, അതുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ മോഹം നമ്മൾ അവസാനിപ്പിക്കുന്നത്, കംപ്ലീറ്റ്ലി നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ ആ കാര്യം നമ്മളിലേക്ക് വന്നു ചേരും. അങ്ങനെയാണ്. പ്രത്യേകിച്ച് വ്യാഴവും കേതുവൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് പഠിക്കണം, എനിക്ക് നിഗൂഢ വിദ്യ പഠിക്കണം, എനിക്ക് ഇന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന ആസ്ട്രോളജറിൻ്റെ കീഴിൽ എനിക്ക് ജ്യോതിഷം പഠിക്കണമായിരുന്നു, ഇന്ന ആളുടെ അടുത്ത് ഇന്ന രാജ്യത്ത് പോയി പഠിക്കണമായിരുന്നു, ഇന്ന സ്ഥലത്ത് പോയി പഠിക്കണമായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളെ വിട്ടുകൊടുക്കുക. വ്യാഴത്തിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ നമ്മളെ പലതരത്തിലും ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരെയൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. നിങ്ങൾ പിന്നെ കാലത്തിനത് വിട്ടുകൊടുത്തു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെയാണല്ലോ. വ്യാഴത്തിനാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ഏകദേശം ഭാവങ്ങളുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രമല്ല, മാരീഡ് ലൈഫിലോ സന്താനങ്ങളെക്കുറിച്ചോ ഓർത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടാകും. അപ്പോൾ അതൊക്കെയും വിട്ടുകളഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം, എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നു, ആ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താണോ ആ വിഷമിച്ചിരുന്ന ഒരു കാര്യം, എന്താണോ നിങ്ങൾ ഇനി എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതായത് നമ്മളത് മറന്നേക്കണം, ആ ഒരു അവസ്ഥയിലാണ് അത് വന്നു ചേരുന്നത്. അപ്പോൾ ശനിയുടെയും കേതുവിൻ്റെയും യുതി പറയുമ്പോൾ ഇത് പ്രൊഫഷണൽ, നമ്മൾ ജോലി സ്ഥലത്ത് നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കും. ഒരു ഉദാഹരണത്തിന് 9ാം ഭാവത്തിൽ ചിങ്ങത്തിലാണ് ശനിയുടെയും കേതുവിൻ്റെയും യുതി എന്ന് വിചാരിക്കുക. ധനുലഗ്നം സംബന്ധിച്ചിട്ട് 9ാം ഭാവത്തിൽ കേതുവും ശനി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സൂര്യൻ എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും റിസൾട്ട് മാറി വരും. അപ്പോൾ ഇവിടെ ഈ മേലധികാരിയിൽ നിന്ന് കുറച്ച് വെല്ലുവിളികൾ വരിക, അതുപോലെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്നും കുറച്ച് വെല്ലുവിളികൾ വരിക. അപ്പോൾ ഈ ഒരു യുതി വരുമ്പോൾ, ശനിയുടെയും കേതുവിൻ്റെയും ഒരുമിച്ചുള്ള ഒരു അവസ്ഥ വരുമ്പോൾ, നമ്മൾ ഒരുപാട് നമ്മുടെ ആ ഒരു കർമ്മക്ഷേത്രവുമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു റുട്ടീനുമായിട്ടും ജോലിയുമായിട്ടൊന്നും ഒരുപാട് അറ്റാച്ച്മെൻറ്റ് വേണ്ട. അതായത് ഞാൻ ഇന്ന ഫീൽഡിൽ ജോലിക്ക് കയറിയിരിക്കുന്നു, അവിടെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്തു തീർക്കുന്നു, അല്ലാതെ ആ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതെൻ്റെ പാഷനാണ്, ഇതിന് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല, അല്ലെങ്കിൽ വീട്ടിൽ വന്നാലും ഈ ജോലി തന്നെ, ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതിനോട് വേണ്ട. കാരണം ദശകൾക്കനുസരിച്ചിട്ട് ഗോചരങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ബ്രേക്ക് തരാൻ, അതായത് എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട്, ഏത് ഭാവത്തിൽ, അഷ്ടമത്തിലോ ഈ ഒരു യുതി വരുന്നത് 6, 8, 12 ഭാവങ്ങളിലാണെങ്കിൽ, 6, 8, 12 ഭാവങ്ങളുടെ അധിപൻ്റെ സ്വാധീനത്തിലാണെങ്കിൽ, അപ്പോൾ കുറച്ചുകൂടി വെല്ലുവിളി തരും അത്. പക്ഷേ എല്ലാ വെല്ലുവിളികളും നമ്മുടെ പ്രാരാബ്ധമാണ് ഒന്നാമത്. ആ വെല്ലുവിളികളൊക്കെ നമ്മളെ പഠിപ്പിക്കാനാണ്. അറിയൂ, നിങ്ങളുടെ കർമ്മം എന്താണെന്നറിയൂ, ഇതുമായി ബന്ധം വേണ്ട എന്നത്. ഭഗവാൻ എന്താണ് പറയുന്നത്? എല്ലാ ഗ്രഹങ്ങളും ഞാൻ തന്നെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ കീഴിലാണ് എല്ലാ ഗ്രഹങ്ങളും ഉള്ളത്. അപ്പോൾ നമ്മൾ ഗ്രഹങ്ങളെ ഭയക്കേണ്ടതില്ല, അവരെ ദേഷ്യത്തോടെ നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാരകത്വങ്ങൾ എന്ത്, നമ്മളെ പഠിപ്പിക്കാനാണ് അവർ ഓരോ അനുഭവവും തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭക്തർക്ക്, അതായത് ഒരുപാട് നാമജപങ്ങൾ ചെയ്യുന്നവർക്ക്, കുറച്ചൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക്, അതായത് നിരന്തരം നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ആരാധന, ധ്യാനം, മന്ത്രജപങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവരെ ഒന്നും ഭയക്കേണ്ടതുമില്ല. അല്ലെങ്കിൽ എന്താണ് ഈ ഗോചരം വരുമ്പോൾ എനിക്ക് സംഭവിക്കുന്നത്? കാരണം അവരുടെ സ്ഥാനം എന്നത് ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദൈവമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, കേതു എന്നത് ഭക്തി കൂടിയാണ്. അത് തികഞ്ഞ ഭക്തിയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു കാര്യവും ആവശ്യപ്പെടാതെ, എന്താ പറയുക, കണ്ണുനീര് വരുന്ന ഒരു ഭക്തിയാണ്. അമ്മയെ പറ്റി ചിന്തിച്ചാൽ, ഭഗവതിയെപ്പറ്റി ആലോചിച്ചാൽ കണ്ണുനീര് വരുന്ന ഒരു തരത്തിൽ മറ്റൊന്നും സ്മരണയിലില്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അമ്മ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അദമ്യമായിട്ടുള്ള ഭക്തിയെ സൂചിപ്പിക്കുന്നത് കേതുവാണ്. അവിടെ ഒന്നും ആവശ്യങ്ങളില്ല.
ഒന്നും നിങ്ങൾക്ക് ഭയവും ഉണ്ടാവില്ല. നിങ്ങൾ പീരിയഡ്സ് ആയ സമയത്താണോ നാമം ജപിക്കുന്നത്, അല്ലാത്ത സമയത്താണോ? കാരണം നിങ്ങൾ അവരുമായിട്ടൊരു താതാത്മ്യം പ്രാപിച്ചതുപോലെയാണ്. അപ്പോൾ ശങ്കയില്ല അവിടെ. കാരണം നമ്മളിൽ തന്നെ അവരുണ്ട്. നമ്മൾ എന്താ പറയുക, ഞാൻ കാണുന്നവരിലും ഭഗവതിയുണ്ട്, ഞാൻ സ്വയവും ഭഗവതിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവില്ല. രണ്ടും രണ്ടായിട്ട് കാണുമ്പോഴാണ്, ഭഗവതി വേറെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം വേറെയാണ്, നിങ്ങൾ വേറെയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഭയമൊക്കെ വരുന്നത്. ചില കാര്യങ്ങൾ, അതായത് തെറ്റിപ്പോവോ, ചില കാര്യങ്ങളൊക്കെ അശുദ്ധിയുണ്ടോ, തെറ്റിപ്പോവോ എന്നുള്ള ഭയങ്ങളൊക്കെ വരുന്നത് അപ്പോഴാണ്. അതുപോലെ ജാതകത്തിൽ ബുധൻ്റെയും ചന്ദ്രൻ്റെയും ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ, 3-ാം ഭാവത്തിൽ ചന്ദ്രനുണ്ടെങ്കിലും, അതായത് നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രനും ബുധനും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതില്ലെങ്കിൽ നിങ്ങൾ താല്പര്യം വളർത്തിയെടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്കൊരുപാട് മനസ്സമാധാനം ലഭിക്കും. ഓരോ ഗ്രഹത്തിനും ഓരോ കാര്യങ്ങളിൽ നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കണം എന്ന ആഗ്രഹമുണ്ട്, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അവർ ആ കർമ്മങ്ങൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ബുധൻ്റെയും ചന്ദ്രൻ്റെയും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉണ്ട് മനഃശാസ്ത്രത്തിൻ്റെ. അപ്പോൾ അത് പഠിക്കുക. നിങ്ങളുടെ മനസ്സും ശാന്തമാകാൻ തുടങ്ങും. നിങ്ങൾക്കുള്ള ഒരു ഉത്കണ്ഠ, ആങ്സൈറ്റി കുറയാൻ തുടങ്ങും. നിങ്ങൾക്ക് എവിടെ നിന്നല്ലാതൊരു മനസ്സമാധാനം, അതായത് നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടും സമാധാനം തരാത്ത ചില പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞാൽ അത് എനിക്ക് കുറച്ച് ആശ്വാസമാവുമായിരിക്കും, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ ആശ്വാസമാവുമായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ കൂടിയെന്ന് വരും. ഈ 2 ഗ്രഹങ്ങളും, ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു, ബുധൻ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇവർ 2 പേരും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളുടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട്, അതായത് അമിതമായി ചിന്തിച്ചു കൊണ്ടിരിക്കാതിരിക്കാൻ, അതുപോലെ മനസ്സിനെ കുറച്ച് ശാന്തമാക്കാനൊക്കെ നിങ്ങൾ മനഃശാസ്ത്രം കുറച്ചൊക്കെ എന്തെങ്കിലും, ഇപ്പോൾ അധ്യാപകരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ ഉള്ളവർ 10-ാം ഭാവത്തിലൊക്കെ വരുമ്പോഴും, 10-ാം ഭാവാധിപനുമായിട്ടൊക്കെ സംബന്ധം വരുമ്പോഴും ഒക്കെ, വ്യാഴവുമായിട്ടും ഒക്കെ വരുമ്പോഴും അധ്യാപനത്തിലേക്കും വരാറുണ്ട്. തീർച്ചയായിട്ടും അത് അധ്യാപനത്തിൻ്റേത് ഇത് മാത്രമല്ല, ഒരുപാട് കോമ്പിനേഷനുണ്ട്. എന്നാലും നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഫിലോസഫി ഒക്കെ പഠിക്കുന്നുണ്ട്. അതല്ലാതെയും നിങ്ങൾ വായിക്കുക. ഇതൊന്നും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ളൊരു പഠിപ്പാവണം എന്നില്ല. ഇതൊക്കെ നമ്മൾ വെറുതെ, ഇന്ന് എല്ലാവരുടെ അടുത്തും ഇൻ്റർനെറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചന്ദ്രൻ ഇരിക്കുന്നത് മിഥുനത്തിലാണെങ്കിൽ, ചന്ദ്രൻ ഇരിക്കുന്നത് കന്നിയിലാണെങ്കിൽ, തീർച്ചയായിട്ടും അപ്പോഴും നിങ്ങൾക്കിത് കൂടുതലായിട്ട് വായിക്കാൻ കഴിയുന്നതാണ്. ഇതിൽ കന്നിയിലിരിക്കുമ്പോൾ ഒന്നുകൂടി ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നതും, അതായത് ബുധൻ എവിടെ ഇരിക്കുമ്പോഴും ആരുടെ കൂടെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ആ ഗ്രഹവുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യം പഠിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ബുധൻ ചന്ദ്രൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിനെക്കുറിച്ച് പഠിക്കുക. ഒന്നുകിൽ ഭഗവാന്റെ ഉപദേശങ്ങൾ, ഭഗവത്ഗീത പോലെയുള്ള കാര്യങ്ങൾ, ഭാഗവതം, രാമായണം, അതുപോലെ ലളിതാ സഹസ്രനാമത്തിൻ്റെ, അതുപോലെ മറ്റ് നാമങ്ങളുടെ കാര്യങ്ങളും, നാമം ചൊല്ലുന്നതും എഴുതുന്നതും എല്ലാം ഗുണം ചെയ്യും. പക്ഷെ പ്രധാനമായിട്ടും ആ മനസ്സിനെ, നമ്മുടെ മനസ്സിലെ അറിയാൻ വേണ്ടിയിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള വിദ്യകൾ പഠിക്കുന്നത്, അത് മനഃശാസ്ത്രം തന്നെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പുസ്തകം വായിച്ചാലാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എഴുത്തുകാരുടെയും, അതുപോലെ നിങ്ങൾ കീവേഡ് സെർച്ച് ചെയ്തിട്ടാണെങ്കിലും, ഗൂഗിളിലൊക്കെ ആണെങ്കിലും എന്താണ് ഇങ്ങനെ എന്നുള്ളത് സെർച്ച് ചെയ്തിട്ടാണെങ്കിലും പഠിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ അതൊരുപാട് ശാന്തമാക്കും. മാത്രമല്ല, തീർച്ചയായിട്ടും ജാതകത്തിൽ മറ്റു ദശാകാലങ്ങളും കോമ്പിനേഷനുകളും അനുവദിക്കുകയാണെങ്കിൽ അതിനെ ഒരു പ്രൊഫഷനാക്കുകയും ചെയ്യാം. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും കൗൺസിലിങ്ങിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും നമ്മളോട് ചില കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ പൂർത്തിയാകാതെ വെച്ച കുറേ കർമ്മങ്ങൾ നമ്മൾ പകുതി കെട്ടിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരിച്ചുപോയി. കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നമ്മളൊരു കാര്യം പൂർത്തിയാക്കിയിട്ടില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു പൂർത്തിയാക്കണമെന്ന് മനസ്സിന്. അപ്പോൾ ദശാകാലങ്ങൾ വരുമ്പോൾ ഗ്രഹങ്ങളുടെ കോമ്പിനേഷനും പറയുന്നത് ഇതാ ഇവിടെയും പൂർത്തിയാക്കാനുണ്ട്, ഇവിടെയും പൂർത്തിയാക്കാനുണ്ട്. പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ലഗ്നത്തിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. നമ്മുടെ ലഗ്നം നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നിങ്ങൾ മകരം ലഗ്നത്തിൽ ജനിച്ചതാണെങ്കിൽ, മകരം ലഗ്നത്തിലാണെങ്കിലും ധനു ലഗ്നത്തിലാണെങ്കിൽ ആ ലഗ്നത്തിന് ഒരു ഉദ്ദേശ്യമുണ്ട്. അതായത് നമ്മുടെ ലഗ്നങ്ങൾ, ആ ലഗ്നം ഇരിക്കുന്ന നക്ഷത്രം നമ്മളോട് പറയുന്നുണ്ട് ആ തനുഭാവം എന്ത് കർമ്മം ചെയ്യാനാണ് വന്നത് എന്നത്. ലഗ്നക്കാർക്കും ഓരോ കർമ്മമുണ്ട്. ആ ലഗ്നത്തിൽ തന്നെ ഏത് നക്ഷത്രത്തിൽ, ഏത് നക്ഷത്രപാദത്തിൽ ജനിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് കർമ്മങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ നമുക്കൊരാളെയും കുറ്റപ്പെടുത്താനും കഴിയില്ല. നമുക്കൊരു മിഥുനം ലഗ്നക്കാരനോട്, മിഥുനം ലഗ്നത്തിൽ സൂര്യനും ബുധനും ഇരിക്കുകയാണെങ്കിൽ, 3-ാം ഭാവം ചിങ്ങത്തിൽ ചൊവ്വ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ വ്യക്തിയോട്
നമുക്കൊരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളെ സഹായിക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കളെ സഹായിച്ചിട്ടാണ് ഈ അബദ്ധമൊക്കെ നിങ്ങൾക്ക് വരുന്നത്, നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കൂ എന്ന് പറയാൻ കഴിയില്ല. ഈ വ്യക്തി വന്നത് തന്നെ അതിനാണ്. മൂന്നാം ഭാവത്തിൽ ചിങ്ങത്തിൽ ആ ചൊവ്വ ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് ഒക്കെ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ ഓരോ കർമ്മങ്ങളുണ്ട്, ഓരോ ഗ്രഹവും അത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സോഷ്യൽ നെറ്റ്വർക്കിങ്ങും കൂടുതലുണ്ടാകും. തീർച്ചയായിട്ടും ഇവിടെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ കേതുവിൻ്റെ പൊസിഷൻ നോക്കണം. കേതു വളരെ സ്ട്രോങ് ആണെങ്കിൽ ഈ സോഷ്യലി ആക്റ്റീവ് ആയിരിക്കില്ല. ജനറലി പറയുകയാണെങ്കിൽ ബുധൻ ലഗ്നത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ബുധൻ്റെ രാശികളും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അതും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ കസിൻസുമായിട്ടും ബന്ധം പുലർത്തുക, ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു ഗ്രൂപ്പിലെ മെസ്സേജ് മറ്റൊരു ഗ്രൂപ്പിൽ കൊടുക്കുക, അതായത് എല്ലാ ഇൻഫർമേഷനും പാസ് ചെയ്യേണ്ടുന്ന ഒരു ഇത്. അതേസമയം വളരെയധികം കേതു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ച് സമയം ഇദ്ദേഹത്തിന് മിണ്ടാതിരുന്നൂടെ? എന്തിനാണ് ഇപ്പോൾ കിട്ടിയ ന്യൂസ് അവിടെ പറയേണ്ട ഒരു ആവശ്യം? എന്ത് തോന്നിയേക്കാം. പക്ഷേ നമുക്ക് ഒരാളും തെറ്റുകാരനാണെന്നോ ഒരാളും ശരിയല്ല എന്നോ പറയാനുള്ള ഒരു അർഹതയുമില്ല. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിയുടെയും കേതുവിൻ്റെയും കാര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, സൂര്യൻ എല്ലാം ഈ ഒരു റോയൽറ്റി കൊണ്ട് കൊടുക്കുമെങ്കിലും ശനിയെ ഒരു രാജാവാക്കുന്നത് പബ്ലിക്കാണ്. ഇത് ജോലി ചെയ്ത് ഒരുപാട് ഇൻസൾട്ട് സഹിച്ച് ഒരുപാട് അടിച്ചമർത്തപ്പെട്ടിട്ട് അവസാനം ആ ആൾക്കാർ അദ്ദേഹത്തെ ഒരു രാജാവിനെ പോലെ കൊണ്ടു നടക്കും. അതായത് ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി ഒരു ഭരണത്തിൽ അധികാരത്തിൽ വന്ന ഒരു അധികാരിയെ, ഒരു രാജാവിനെ കാണിക്കുന്ന, അതുപോലെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ട് ഒരു 36-38 വയസ്സ് ഒക്കെ ആകുമ്പോൾ ഒരു പോസ്റ്റിലെത്തുന്ന, അതായത് ഒരുപാട് സഹിച്ചിട്ടാണ് ആ പോസ്റ്റ് തരുന്നത് ശനിയാണ്. അതായത് ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട്, ഒരുപക്ഷെ അധികാരമൊന്നും ലഭിച്ചില്ലായിരിക്കാം, പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ആരും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പ്രവർത്തിച്ചിട്ട് അതേസമയം ആരോപണങ്ങൾ കേട്ട്, അതായത് ഒരു വശത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് ആരോപണങ്ങൾ കേട്ട് ഇൻസൾട്ടഡ് ആക്കപ്പെട്ടിട്ട് എന്നാലും നിർത്താതെ മറ്റുള്ളവരെ സഹായിക്കുന്ന, അതൊരു പക്ഷേ ഇമോഷണൽ ഹീലിംഗ് കൊടുത്തിട്ടായിരിക്കാം, മറ്റുള്ളവർ വിഷമിക്കുന്ന സമയത്ത് അവിടെ പോയി ആശ്വസിപ്പിച്ചിട്ടായിരിക്കാം, ആഹാരം കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദൂരെ നിന്ന് ആരും കാണാതെ പണം കൊടുത്ത് സഹായിച്ചിട്ടായിരിക്കാം. അങ്ങനെ വന്ന ഒരാളെ തീർച്ചയായിട്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് പബ്ലിക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെ കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. ശനി എപ്പോഴും ഉയരം കൊണ്ടുതരും. പലരും ഉയർച്ചയിലെത്തുന്നതും പേര് ലഭിക്കുന്നതും പ്രത്യേകിച്ച് 36-38 വയസ്സിനൊക്കെ ശേഷം പേര് നേടുന്നവർ, ഒരു സ്ഥാനം നേടുന്നവർ, അവരൊക്കെ പബ്ലിക്കിൻ്റെ സപ്പോർട്ടോടു കൂടി വന്നവരാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ ഒരുപാട് അപമാനങ്ങൾ സഹിക്കുകയും, അതായത് ചവിട്ടി മെതിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയവരും, ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായവരും, അതേസമയം നിങ്ങൾ എന്നെ എത്ര ഇൻസൾട്ട് ചെയ്താലും ഞാൻ നന്മ ചെയ്യുന്നത് നിർത്തില്ല എന്ന് വിചാരിക്കുന്ന, എത്ര തന്നെ ആരോപണങ്ങൾ എന്നിൽ വന്നാലും ഞാൻ നല്ലത് ചെയ്തുകൊണ്ടിരിക്കും, എന്നെ ഡിസ്കറേജ് ചെയ്യാൻ, എന്നെ നിരുത്സാഹപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർക്കുള്ള ഒരു മറുപടി കാലം കൊടുക്കുന്നത് പോലെയാണ് ശനി ഉയർച്ചകൾ കൊടുക്കുന്നത്. കാരണം ശനി തന്നെയാണ് കാലം. അപ്പോൾ ഈ ഒരു ശനിയുടെയും കേതുവിൻ്റെയും യുതി വരുമ്പോഴും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഉദ്ദേശശുദ്ധി എന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് ഉദ്ദേശശുദ്ധി എപ്പോഴും, നമുക്കൊരാളെ പണം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നില്ല, ആൾക്കാർ കഷ്ടപ്പെടുമ്പോൾ അവിടെ പോയി സഹായിക്കാനുള്ള നിവൃത്തിയില്ല, എന്നാലും നിങ്ങളുടെ ആ ഉദ്ദേശശുദ്ധി, അവർക്ക് നല്ലത് വരണമേ, അവരുടെ വേദനകൾ അകറ്റിക്കൊടുക്കണമേ, അങ്ങനെ ഒരു ആശ്വാസം നമ്മളത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു പ്രാർത്ഥനയായി മാറി. ആ ഉദ്ദേശശുദ്ധിയാണ് കേതു. ഗ്രഹങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. നമുക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും മാറ്റങ്ങൾ വരും. ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിനും മാറ്റം വരുന്നതാണ്. അപ്പോൾ ഇതാണ് കുറച്ചൊക്കെ ശനി, കേതു, അതുപോലെ ചന്ദ്രനും ബുധനും ഉള്ള ഒരു യുതിയെപ്പറ്റി കുറച്ചറിവുകൾ ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.